ഇനി മുതൽ പഴം കഴിച്ചിട്ട് ആരും പഴത്തൊലി വെറുതെ വലിച്ചെറിഞ്ഞ് കളയരുതേ. കാരണം മുടിയിൽ പഴത്തൊലി ഇതുപോലെ വെച്ചാൽ ഇനി കറുത്ത് ഇരണ്ട് ഇടതൂർന്ന മുടി നിങ്ങൾക്ക് സ്വന്തം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വിനിയാസ് വേഡിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ നമ്മൾ പഴം കഴിച്ചു കഴിഞ്ഞാൽ ആ പഴത്തൊലി അങ്ങ് തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞ് കളയും അല്ലേ? എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇനി മുതൽ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഈ പഴത്തൊലി വെച്ചിട്ട്. അതായത് നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ വെളുപ്പിക്കുന്നത് മുതൽ നമുക്ക് ചെടിക്ക് വളമായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ പഴത്തൊലി. അപ്പം അതിൻ്റെ ഒന്ന് രണ്ട് ടിപ്സുകൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പഴത്തൊലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഈ ഒരു പോർഷൻ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുരണ്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തേതും ഇതുപോലൊന്ന് ചുരണ്ടിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ആ സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഉടച്ച് എടുത്തതിന് ശേഷം നമുക്കൊരു മുട്ടയുടെ വെള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം മുഴുവനൊന്നും വേണ്ട, കുറച്ച് മതി. നമുക്കിത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പം നല്ലപോലെ അടിച്ച് ഇത് രണ്ടും കൂടി നന്നായിട്ട് യോജിച്ച് വരണം. ഇനി ഇത് നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലപോലെ തിളക്കം വരാനും അതുപോലെ എണ്ണമയമൊക്കെ ഒന്ന് മാറാനും മുഖത്ത് നല്ല ഒരു ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യാനും ഒക്കെ നിങ്ങൾ ആഴ്ചയിൽ 2 വട്ടം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇങ്ങനൊന്നും കഷ്ടപ്പെടാൻ പറ്റാത്തവർക്ക് വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഇതുപോലെ പഴത്തൊലി എടുത്തിട്ട് നമ്മുടെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് തീരും. ചർമ്മത്തിന് വേണ്ടതായ എല്ലാ പോഷകങ്ങളും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പഴത്തൊലി എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ണിന് നല്ലൊരു തണുപ്പ് കിട്ടും. തന്നെയല്ല, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറുന്നതിനും സഹായിക്കും. അപ്പം ഈ രീതിക്കും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഷൂവിൽ പഴത്തൊലി വെച്ചിട്ട് ഇതുപോലൊന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്ത ആ ഒരു ഫീല് കിട്ടുന്നതായിരിക്കും. ഇതുകൊണ്ടോ നല്ല അടിപൊളിയായില്ലേ എന്ന് നോക്കിക്കേ. ഇനി പഴത്തൊലി നല്ല ഒന്നാം തരം വളമാണ് കേട്ടോ. അത് എത്ര പേർക്ക് അറിയാം? നമ്മുടെ ചെടികളും പച്ചക്കറികളും ഒക്കെ പൂവിടാനും കായിടാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. ഇതുപോലെ നമ്മൾ മണ്ണൽപ്പം ഒന്ന് ഇളക്കിയതിന് ശേഷം പഴത്തിൻ്റെ തൊലി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ടിട്ടൊന്ന് മൂടുക. അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ഒരു 2-3 ദിവസം പഴത്തൊലി ഒരു കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്താലും നമ്മുടെ ഈ ചെടികളൊക്കെ പുഷ്പിക്കാനും അതുപോലെ തന്നെ കായ്കൾ ഉണ്ടാകാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഈ രീതിയും കൂടി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇനി അടുത്തൊരു ടിപ്പിന് വേണ്ടി ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത് കുറച്ചധികം പഴുത്തു പോയതാണ് കേട്ടോ. ഇനി ഇതിങ്ങനെ വെച്ചിരുന്നാൽ ഇതിങ്ങനെ മൊത്തത്തിൽ പഴം കറുത്തിട്ട് അങ്ങനെ പിന്നെ ഒരു ടേസ്റ്റ് തന്നെ ചേഞ്ച് ആയിട്ട് പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ പഴം ഇങ്ങനെ പഴുത്തു പോകുമ്പം പിന്നെ അത് കഴിക്കാനൊരു സുഖം ഉണ്ടാകത്തില്ലല്ലോ. അപ്പം ആ പഴം നമുക്ക് കേടാകാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ പഴം എടുത്തിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആ 2 പഴവും ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ പഴമൊക്കെ മിച്ചം വന്നിട്ട് അത് വെളിയിലിരിക്കും, എന്നിട്ട് പഴുത്തങ്ങ് കറുത്തിട്ടങ്ങ് പോകും അല്ലേ. അപ്പോൾ പിന്നെ അത് എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം, വെറുതെ കളയണ്ട. പക്ഷേ നമുക്ക് ആ പഴത്തിൻ്റെ അതേ ഒരു ടേസ്റ്റിലൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറേ പഴുത്തു പോയ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും സാധാ ഈ ഒരു രീതിയിലുള്ള പഴത്തിൻ്റെ ടേസ്റ്റും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് മാറാതെ തന്നെ നമുക്ക് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് കാലം സൂക്ഷിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിതിലോട്ടൊരല്പം ശർക്കര ഒന്ന് ചിരണ്ടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇപ്പോൾ 2 പഴമല്ലേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച്, അതായത് ഏകദേശം ഒരു 2 സ്പൂൺ അങ്ങനെ ഒരു കണക്കിന് കുറച്ച് ശർക്കര നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഏലക്കയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ല ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. നെയ്യ് വേണമെങ്കിൽ ചേർത്താൽ നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ നല്ലതുപോലെ ഇതിൻ്റെ ഉള്ളിലെ വെള്ളമയമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഒപ്പം തന്നെ അതപ്പത്തിന് വേഗം കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളാംശം എല്ലാം ഒന്ന് വറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം.
എന്നിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇനി പഴമില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ അല്പം എടുത്തിട്ട് നമുക്ക് ചൂട് പുട്ടിൻ്റെ കൂട്ടത്തിൽ നല്ലപോലെ കുഴച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയുന്ന ഒറിജിനൽ പഴം കഴിക്കുന്ന അതേ ഒരു ഫീലോട് കൂടി തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. യാതൊരുവിധ ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ ആ ഏലക്ക ചേർത്തുകൊണ്ട് ഏലക്കയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പഴം പഴുത്തു പോകാതെ കൊണ്ട് നിങ്ങൾക്ക് ഈ രീതിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് നാളൊന്നും ഇരിക്കത്തില്ല. എന്നാലും പലപ്പോഴും പുട്ടുണ്ടാക്കുന്ന സമയത്ത് പഴമില്ലല്ലോ എന്നോർത്ത് അല്ലെങ്കിൽ പഴം വാങ്ങിച്ചില്ലല്ലോ എന്നോർത്ത് നമുക്ക് പ്രയാസപ്പെടേണ്ട. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പുട്ടും പഴം കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കരുതേ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഴം കഴിച്ച ആ ഒരു തൊലിയും പിന്നെ ആ കാളാമുണ്ടൻ്റെ ഭാഗത്തൊക്കെയുള്ള ചെറിയ ചെറിയ പഴങ്ങളൊക്കെ ഇല്ലേ, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ നമ്മൾ തൊടിയിലോട്ട് വലിച്ചെറിഞ്ഞ് കളയാറാണല്ലോ പതിവ്. അപ്പം അങ്ങനെയുള്ള പഴങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ 1-2 ചീഞ്ഞ പഴങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. എന്നിട്ട് ആ ബോട്ടിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് മാറ്റുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചാരം വേണം, പിന്നെ കുറച്ച് മണ്ണ് വേണം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പം ഇത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിന് ഏറ്റവും നല്ലൊരു വളമാണ് ഈ എന്താ പറയുക പഴത്തൊലി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് വളമായിട്ട് നമുക്ക് കൊടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പും കറിവേപ്പിലയൊക്കെ അല്ലേ. നമ്മൾ കറികൾക്കൊക്കെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇനി വേനൽക്കാലമാണല്ലോ വരാൻ പോകുന്നത്. നമുക്ക് കറിവേപ്പിനെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നോക്കാം. അപ്പം വെള്ളവും വളവും ഒക്കെ അതിന് കൃത്യമായ സമയത്ത് തന്നെ നമുക്ക് കൊടുക്കണം. നമ്മുടെ ഒരു അശ്രദ്ധ പോലും കൂടെ അത് നശിച്ചു പോകാനായിട്ട് ഇടയായി തീരും. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് ഇതുപോലൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ടിരിക്കും. ഇതിപ്പോൾ ഒരു കുഞ്ഞ് കരിയാപ്പിൻ്റെ തൈയാണ് കേട്ടോ ഇത്. നമ്മളെടുത്ത ആ ബോട്ടിൽ ഇങ്ങനെ കറിവേപ്പിൻ തൈയുടെ അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഇതുപോലൊന്ന് ഉറപ്പിച്ച് നിർത്തുക. അപ്പോൾ മണ്ണിലോട്ട് ഇതുപോലൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് അമർത്തി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ കുറച്ച് പഴത്തിൻ്റെ തൊലിയൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കുറച്ച് ചാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് കുറച്ച് പഴത്തൊലി ഇട്ട് കൊടുക്കാം, പിന്നെ മണ്ണിട്ട് കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് നമുക്ക് ഈ 3 സംഭവം കൂടെ ഇതുപോലൊന്ന് ഒന്ന് ഫില്ല് ചെയ്തിട്ടിടാം കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് മണ്ണും ചാരവും ഒക്കെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അമുക്കി അങ്ങോട്ട് വെച്ചോ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഡെയിലി നമ്മൾ കറിവേപ്പ് നനയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നനയ്ക്കുന്ന സമയത്ത് ഇതും കൂടി നമ്മളിങ്ങനെ നനച്ചു കൊടുക്കുകയാണ് എങ്കിൽ ഇതെല്ലാം ഒരു 1-2 മാസത്തേന് തന്നെ നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു സംഭവം. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കുറേശ്ശെ ആയിട്ടിട്ട് ഇത് അലുത്ത് മണ്ണിലേക്ക് ഇറങ്ങി കറിവേപ്പിന് നല്ലൊരു വളമായിട്ട് തീരുമ്പം തന്നെ കറിവേപ്പ് നന്നായിട്ട് തഴച്ച് വളരുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി നിങ്ങൾ നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും വേണേ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പാണ്. മിക്സിയുടെ ചെറിയ ജാർ എടുത്തു. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഒരു പഴത്തൊലി ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്കറിയാമല്ലോ പഴം കഴിച്ചു കഴിഞ്ഞാൽ പഴത്തൊലി നേരെ നീട്ടി എറിയാറാണ് പതിവ് അല്ലേ. എനിക്ക് തോന്നുന്നു മലയാളികളെല്ലാം തന്നെ അങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാവരും ആ ഒരു കാര്യത്തിൽ സമന്മാരാണെന്ന് വേണം പറയാനായിട്ട്. എന്നാൽ ഇനി ആരും ഈ ഒരു കാര്യം അറിഞ്ഞാൽ പഴത്തൊലി ഒട്ടും കളയത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ഈ പഴത്തൊലി അരിഞ്ഞതിലേക്ക് ഞാനിനി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വേറൊന്നുമല്ല, അല്പം വെളിച്ചെണ്ണയാണ്. ഏകദേശം 1 സ്പൂണോളം മതി. പിന്നെ കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ അരച്ച് എടുത്തു കൊണ്ടുവന്നേക്കുന്നത്. ഇതൊരു ചെറിയ ബൗളിലേക്ക് ഞാനൊന്ന് മാറ്റിയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ്, ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകും. ഇതൊന്നും ആർക്കും അറിയത്തില്ല എന്ന് മാത്രം. ഇത് നമ്മുടെ മുടി വളർച്ചയെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ മുടിക്ക് തിളക്കവും ആരോഗ്യവും നൽകുന്നു. ഈ പഴത്തൊലിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, സിലിക്ക എന്നിവ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വേരുകളിൽ നിന്ന് തന്നെ നമുക്കിത് ബലപ്പെടുത്തിയെടുക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ പഴത്തൊലി മിശ്രിതമാക്കിയിട്ട്, അതായത് ചുമ്മാ പഴത്തൊലി അരച്ച് തലയുടെ ഓട്ടിയിൽ തേച്ച് പുരട്ടുന്നതും മുടി വളർച്ചയ്ക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏത് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ഹെയർ ഓയിലിൻ്റെ കൂട്ടത്തിൽ ചെയ്താൽ അത് നല്ലതാണ്. ഞാനിപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തത്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇടതൂർന്ന് സമൃദ്ധിയായ മുടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് തൊട്ടടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.